എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് ഷോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK കുമ്പക്കാരൻ. ഇന്നത്തെ വീഡിയോ നമ്മുടെ ജീവിത ശൈലിയെക്കുറിച്ചാണ്. ഒരിക്കലും ഒരു ആർഭാട ജീവിതം ആയിരിക്കരുത് നാം സ്വീകരിക്കേണ്ട പാത. കാരണം എല്ലാവരും ആർഭാടം ഇഷ്ടപ്പെടുന്നു. എന്നാൽ ഏത് ശൈലിയിലുള്ള ജീവിതമാകാം, അതിനുള്ള വരുമാനവും നമുക്കുണ്ടാകണം. ഏറ്റവും ഉത്തമം കിട്ടുന്ന ചെറിയ വരുമാനത്തിൽ കടങ്ങൾ വാങ്ങാതെ ആ വരുമാനത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള ബഡ്ജറ്റ് തയ്യാറാക്കി അതിൽ കൂടെ ജീവിതം നയിച്ചാൽ നാം കടക്കണിയിലാകില്ല. നമ്മുടെ ബന്ധുജനങ്ങളും സുഹൃത്തുക്കളും അയൽപക്കക്കാരുമൊക്കെ ആർഭാട ജീവിതമായിരിക്കാം, വളരെ സന്തോഷമായിരിക്കാം, അതായിക്കൊള്ളട്ടെ. അവരെക്കുറിച്ച് നാം ചിന്തിക്കേണ്ട കാര്യമില്ല. നാം എപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മെക്കുറിച്ചായിരിക്കണം. ഏതൊരു മനുഷ്യനാണോ കടമില്ലാതിരിക്കുന്നോ അവൻ യഥാർത്ഥത്തിൽ സന്തോഷവാനായിരിക്കും. കേരളത്തെ സംബന്ധിച്ച് ഒരു സാധാരണ ഒരു കൂലിപ്പണിക്കാരനോ ഒരു മാസം 15 ദിവസത്തെ പണി കിട്ടിയാലും 15,000 രൂപ അയാൾക്ക് ലഭിക്കുന്നു. ഈ 15,000 രൂപയിൽ ചിലവിനെ ഒതുക്കി ജീവിക്കുന്നതാണ് ഏറ്റവും ബുദ്ധി. അതിന് വീട്ടിലെ ഭാര്യയും ഭർത്താവും യോജിച്ചാൽ അനായാസം അത് സാധിക്കും. റേഷൻ കടയിൽ നിന്നും കിട്ടുന്ന ധാന്യങ്ങൾ അതിൻ്റെ ഉപയോഗം കൂടിയാകുമ്പോൾ വലിയ കുഴപ്പമില്ലാതെ കഴിഞ്ഞു പോകാം. എന്നാൽ ആടപ്തസരൻ നിങ്ങൾക്കൊരു വരുമാനം കൂടിക്കഴിഞ്ഞാൽ ഒരിക്കലും ആ ശൈലി മാറ്റരുത്, ഒരിക്കലും ആകരുത്. കിട്ടുന്നത് കൊണ്ട് അതിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ടുള്ള ജീവിതശൈലി നയിക്കുമ്പോൾ അത് നമ്മുടെ കുട്ടികൾക്കും ഒരു മാതൃകയായിരിക്കും. അവരും അത് അഡാപ്റ്റ് ചെയ്യും. നമുക്ക് വരുമാനം എത്ര തന്നെ ആയിക്കോട്ടെ, നമുക്ക് ആവശ്യമുള്ളത് മാത്രം ചിലവഴിക്കുക. 1 രൂപയെങ്കിലും ഒരു മാസം മിച്ചം പിടിക്കാൻ ശ്രമിക്കുക. ഭാര്യയും ഭർത്താവും ജോലി ചെയ്യുന്നെങ്കിൽ ഒരാളുടെ ശമ്പളം കഴിവതും സേവ് ചെയ്യുക. കാരണം നമ്മുടെ ആരോഗ്യം നാളെ എന്തായിരിക്കുമെന്ന് അറിയില്ല. ഒരു പക്ഷേ നമുക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരിക്കാം. അന്നും നമ്മൾ ഭക്ഷണം കഴിക്കണം. ബിരിയാണിയും അല്ലെങ്കിൽ ഫ്രൈഡ് റൈസും ഒക്കെ കഴിക്കുന്ന സ്ഥാനത്ത് അതിനെ ഒഴിവാക്കി അത് കഞ്ഞിയാണെങ്കിൽ അത് എല്ലാ ദിവസവും നമുക്ക് കിട്ടുന്നെങ്കിൽ അതല്ലേ ഏറ്റവും വലിയ സന്തോഷം. അങ്ങനെയായിരിക്കണം. നിങ്ങൾ ആര് തന്നെ ആയിരുന്നാലും ശരി, ഏത് സാഹചര്യത്തിലായിരുന്നാലും ശരി, നമുക്ക് വേണ്ടത് ജീവിക്കാൻ, ജീവൻ നിലനിർത്താനുള്ള ഒരാഹാരമാണ്. ഒരു സ്ഥലത്ത് പോയി ഒരു വർക്ക് കിട്ടി, കുറച്ച് കൂടുതൽ കാശ് കിട്ടി, വരുന്ന വഴിക്ക് വീട്ടിലുള്ളവർക്ക് പൊറോട്ടയും ബിരിയാണിയും ഒക്കെ വാങ്ങിക്കൂട്ടി വന്ന് പിള്ളേരായിട്ട് വന്നിട്ട് കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കുക, ആ ചിലവാക്കിയ കാശ് കൊണ്ട് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കൊരു 5 ദിവസം നിങ്ങൾക്ക് ചിലവാക്കാമായിരുന്നു. മറിച്ച് ഇന്ന് കിട്ടിയതുകൊണ്ട് പിള്ളേർ സന്തോഷിക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യുന്നെങ്കിൽ അത് തെറ്റാണ്. രണ്ടാമത്, ഇത് കുട്ടികളിൽ ഒരു മോശമായ ഒരു ചിന്താഗതി വളർത്തും. ഒരിക്കൽ അവരെ നമ്മൾ വേണ്ടാത്തതെന്ന് പരിശീലിപ്പിച്ചാൽ അവരെപ്പോഴും അത് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കും. നിങ്ങൾ വാങ്ങിക്കൊടുത്തെങ്കിൽ അവർ കേൾക്കും, അച്ഛാ എനിക്കൊരു ബിരിയാണി വേണം, അല്ലെങ്കിൽ പൊറോട്ടയും വേണം, ഇതൊക്കെ ചോദിക്കും. അപ്പോൾ ഡിമാൻഡ്സ് ഉണ്ടാകാതിരിക്കുക. എന്നാൽ അവർക്ക് ആവശ്യമുള്ള സാധനം നിങ്ങൾക്ക് സാധ്യമുള്ള സമയത്ത് അത് വീട്ടിൽ വാങ്ങി പാചകം ചെയ്ത് കൊടുക്കുക. ഒരിക്കലും ജങ്ക് ഫുഡ്, ഈ ഹോട്ടലിൽ നിന്നും കിട്ടുന്ന സാധനങ്ങളൊന്നും വീട്ടിൽ കൊണ്ട് കൊടുക്കരുത്. കുട്ടികൾക്കത് സ്റ്റമക്ക് അപ്സെറ്റാകും. അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാകും. നമുക്ക് സന്തോഷമായ ഒരു ജീവിതം ചരിപ്പിക്കണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ട നമ്മുടെ ആരോഗ്യമാണ്. ആരോഗ്യം നിലനിർത്താൻ നമുക്ക് ആരുടെയും സഹായം വേണ്ടത് നമ്മൾ സ്വയം നിയന്ത്രിച്ചാൽ മതി. സ്വയം നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്കുള്ള ഹോസ്പിറ്റലിലും ഒന്നും നമുക്ക് പോകണ്ട. സോ ദയവ് ചെയ്ത് ഈ വീഡിയോ ശ്രവിക്കുന്നവരും നിങ്ങളുടെ സുഹൃത്തുക്കളും ഒന്ന് അറിയേണ്ട ഒരു കാര്യമാണ്, കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടുക. നിങ്ങളുടെ അധ്വാനം കണ്ടിന്യൂ ചെയ്യുക. നിങ്ങൾ ഏറ്റക്കുറച്ചിലുകളുണ്ടാകും. നിങ്ങൾക്ക് വരുമാനം കൂടുതൽ വരും, വരുമാനം കുറവ് വരും, ചിലപ്പോഴൊന്നും ഇല്ലാതാകും. എല്ലാ സാഹചര്യത്തിലും നമ്മൾ ആഹാരം കഴിച്ചേ പറ്റൂ.
അതിനുള്ള മുൻകരുതൽ ഉണ്ടാകണം. ഇങ്ങനെയുള്ളൊരു മുൻകരുതൽ ഉണ്ടായാൽ നിങ്ങൾക്ക് ആരുടെ മുന്നിലും പോയി ഒരു രൂപ പോലും കടം വാങ്ങേണ്ട അവസ്ഥ ഉണ്ടാകില്ല. അത് ഉണ്ടാകരുത്. അതിനേറ്റവും പ്രധാനം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഏകോപനമാണ്. എന്തുണ്ടെങ്കിലും സ്വയം ഇരുന്ന് രണ്ടുപേരും ചേർന്നിരുന്ന് ആലോചിച്ച് വരുമാനങ്ങൾ എന്താണ്, ചിലവുകൾ എന്താണ്, അതിനെ എപ്പോഴും ഒന്ന് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിന് നല്ല സന്തോഷം കാണും. നിങ്ങൾ മിക്കവാറും മോസ്റ്റ്ലി ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിട്ട് ഒരുപാട് തൊഴിൽ സാധ്യതയുള്ള ആൾക്കാരാണ്. നിങ്ങൾക്കറിയാം, എത്രയോ അന്യ സ്റ്റേറ്റിലുള്ളവരോടൊന്ന് ജോലി ചെയ്യുന്നു, ഭാര്യയും ഭർത്താവും ഒക്കെ അവർ ജോലി ചെയ്യും. അതുപോലെ നമുക്കും അങ്ങനെയാകാം. പക്ഷേ മലയാളീസിന് ചെറിയ ജോലി ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അതിങ്ങനെ ചെയ്യാൻ പറ്റും, പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനൊട്ടും പോകത്തില്ല. അതൊക്കെ തെറ്റായ ധാരണയാണ്. വീട്ടിൽ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാം. ഇപ്പോൾ ക്ലീനിങ്ങിൻ്റെ അത്യാവശ്യമുള്ള ക്ലീനിങ് വർക്കുകൾ അതൊക്കെ നമുക്ക് ചെയ്യാം. പിന്നെ ഭാര്യയ്ക്ക് ജോലിയുണ്ട്, ഭർത്താവിന് ജോലിയില്ല, അതൊരിക്കലും ഒരു കോംപ്ലക്സ് ഉണ്ടാകേണ്ട കാര്യമില്ല. ഭാര്യയ്ക്ക് ജോലി പോകുന്ന സമയം കൊണ്ട് അവിടെ വീട്ടിലുള്ള മറ്റു കാര്യങ്ങളെല്ലാം ഭർത്താവിനും നോക്കാം. കാരണം പാവം ഒരു ഭാര്യ ജോലിയും ചെയ്ത് കഴിഞ്ഞ് വന്ന് വീട്ടിലെ ജോലിയും കഴിയുമ്പോൾ അവർ ക്ഷീണിച്ചു പോകും. അവിടെ ഒരു മനസാക്ഷി കുത്തുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ ഉള്ള കാര്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുക. നിങ്ങൾ ഏത് രീതിയിലാണ് നിങ്ങളുടെ സമീപനം, അതേ സമീപനമായിരിക്കും നാളെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പ്രായമായി വന്നാലും അവർ സ്വീകരിക്കുന്നവർ. അതായത് നിങ്ങൾ എന്ത് കാണിക്കുന്നോ അതവർ ഫോളോ അപ്പ് ചെയ്യും. അതിലൂടെ അവർക്ക് ഏത് ദുർഘടങ്ങളെയും അനായാസം തരണം ചെയ്യാനുള്ളൊരു ശക്തി അവർക്ക് ആർജിക്കുന്നു. അതൊരു പാർട്ട് ഓഫ് ദെയർ ലൈഫായിട്ട് മാറിക്കിട്ടുന്നു. അത് കാരണം കുടുംബത്തിന് വേണ്ടത് സമാധാനമാണ്. കടമില്ലാത്ത ഒരു ജീവിതം ഏത് വ്യക്തി നയിക്കുന്നോ അവർ വളരെ വളരെ സന്തുഷ്ടരായിരിക്കും. അതുകൊണ്ട് മറ്റുള്ളവർ എങ്ങനെ ആർപ്പാട് ജീവിതം കഴിക്കുന്നോ അവരുടെ എല്ലാ ഇൻ ആൻഡ് ഔട്ട് ഫിഗർ നമുക്ക് ആർക്കും അറിയാൻ പറ്റിയില്ല. സോ അത് അവരുടെ ശൈലി. നിങ്ങൾ ദയവ് ചെയ്ത് കടം വാങ്ങില്ല എടുക്കുക, നിങ്ങളുള്ള വരുമാനം കൊണ്ട് പ്ലാൻ ചെയ്യുക. അതുകൊണ്ട് ജീവിതത്തിന് ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കുക. എല്ലാവരും ഈ വീഡിയോ കാണുന്നവർ ഇങ്ങനെയുള്ളൊരു സംവിധാനം നോക്കുക. ചിലവുകൾ മാക്സിമം വെട്ടിക്കുറയ്ക്കുക, കംപ്ലീറ്റ്. കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ പറയുക, തീർച്ചയായിട്ടും അവർക്കത് അവരുടെ ആഗ്രഹം സഫലീകരിക്കേണ്ടത് നമ്മുടെ ആഗ്രഹമാണ്. പക്ഷേ അത് കടം വാങ്ങി സഫലീകരിക്കേണ്ട ആവശ്യമില്ല. അത് കുഞ്ഞുങ്ങളോട് ശകലം മനസ്സിലാക്കാനുള്ള കുട്ടികളോട് പറയാം, മോനെ അച്ഛന് ക്യാഷ് ഇല്ല, വന്ന് തീർച്ചയായിട്ടും എടുക്കുക. അപ്പോൾ അവനൊരു സന്തോഷം. പൈസ ഇല്ല, എനിക്കെങ്ങനെ ഷർട്ട് ആണെന്നൊന്നും പറയരുത്. കുഞ്ഞുങ്ങളാണ്, അവരവരുടെ ആഗ്രഹം പറയുമ്പോൾ പേരൻസ് സാധീകരിച്ചു കൊടുക്കണം. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവർക്ക് നാളെ മുതൽ ജീവിതത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുക, ജീവിതം സന്തോഷമാക്കാൻ ശ്രമിക്കുക, കടങ്ങളില്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറുക. ഒന്ന് പ്ലാൻ കിട്ടുന്ന എന്ത് തന്നെയായിരുന്നാലും അതിൽ കുഞ്ഞൊരു ഭാഗമെങ്കിലും ഒരു രൂപയെങ്കിലും ഒരു മിച്ചം പിടിക്കുന്ന ഒരു ടെൻഡൻസി ക്രിയേറ്റ് ചെയ്യുക. കാരണം നമുക്കറിയില്ല നാളെ എന്തൊരു ആവശ്യം, ഒരു ഹോസ്പിറ്റലിൽ പോകണം, മറ്റെവിടെയെങ്കിലും ആവശ്യം പോകുമ്പോൾ നമുക്ക് ആരോടും കടം വാങ്ങാൻ പോലും നമ്മുടെ ഉള്ള ആ സേവിങ്സ് എടുത്തു പോവുക. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാണാൻ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.